ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. 2023 മലയാളത്തിൽ ഇറങ്ങി വമ്പൻ വിജയമായ ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 4 പോലീസ് സംഘം ഇന്ത്യ മൊത്തം നടത്തുന്ന യാത്രയുടെ കഥ പറഞ്ഞ ചിത്രം. സംവിധാനം ചെയ്തത് നവാഗതനായ റോബി വർഗീസ് രാജായിരുന്നു. നടൻ റോണി ഡേവിഡും റോബിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനമുണ്ടാക്കാൻ കണ്ണൂർ സ്ക്വാഡിന് കഴിഞ്ഞിരുന്നു. വാണിജ്യപരമായ വിജയത്തിനോടൊപ്പം ഏറെ നിരൂപക പ്രശംസയും ചിത്രം നേടി. ജോർജ് മാർട്ടിൻ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ഈ സിനിമയിലെത്തിയത്. അസീസ് നെടുമങ്ങാട്, റോണി വർഗീസ്, സബരീഷ് വർമ്മ എന്നിവരായിരുന്നു സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് പറയുകയാണ് റോണി ഡേവിഡ്. രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിനെ നായകനാക്കാൻ പ്ലാനുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സില്ലി മോക്സ് മോളിവുഡ് എന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു റോണി ഡേവിഡ്. കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ ലാൽ സാർ വരുന്നത് നമ്മുടെ മനസ്സിൽ ഒരു കൊതിയായിട്ടുണ്ടായിരുന്നു. ബി ടീം രാജശേഖർ എന്ന കഥാപാത്രത്തെ വെറുതെയാണ് ഇട്ടുവെച്ചിരുന്നത്. 9 ആളുകൾ അടങ്ങുന്ന സ്ക്വാഡ് ആയിരുന്നു അത്. അതിൽ 4 ആളുകൾ എ ടീമിലും ബാക്കിയുള്ളവർ ബി ടീമിലും വരുന്ന രീതിയിലായിരുന്നു അത് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ വെറുതെ പറഞ്ഞു വെച്ചതായിരുന്നു. അതും ലാൽ സാർ വരണമെന്ന രീതിയിൽ ആയിരുന്നില്ല അന്ന് പറഞ്ഞത്. ലോകേഷ് ചെയ്യുന്നത് പോലെ ഒരു യൂണിവേഴ്സ് ആക്കി മാറ്റണമെന്നായിരുന്നു കരുതിയത്. പല ഇൻട്രസ്റ്റിംഗ് ആയ കേസുകൾ വരുന്നതും കണ്ണൂർ സ്ക്വാഡ് വലുതായി പോകുന്നതുമായിരുന്നു കണക്ക് കൂട്ടിയത്. വെറുതെ അതിനുള്ള വിത്ത് ഭാഗ്യവെക്കുക മാത്രമാണ് അന്ന് ചെയ്തിരുന്നത്. മമ്മൂക്കയൊക്കെ വന്നതിന് ശേഷം പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ലാൽ സാറാണ് വരുന്നത് എന്നില്ല, വലിയ ആർട്ടിസ്റ്റ് വന്നാൽ നന്നാകുമെന്നാണ് കരുതിയത്. ഒരു ഭാഗത്ത് മമ്മൂക്ക വരുമ്പോൾ സ്വാഭാവികമായും 48 മുതൽ 52 വയസ്സ് വരെ പ്രായമുള്ള ഒരു വ്യക്തി വേണമെന്നാണ്. അതിനാൽ ലാൽ സാർ മാത്രമേ ഉള്ളൂ അതിലേക്ക്. പൃഥ്വിരാജ് വന്നാലും ഓക്കെയാണ്. അത്ര പ്രായമില്ലാത്ത 40 വയസ്സുള്ള ആള് വന്നാൽ അത് ഓക്കെ ആകും. പക്ഷെ ലാൽ സാർ വന്നാൽ ആ കോംബോയോടായിരിക്കും ആളുകൾക്ക് താല്പര്യം, റോണി ഡേവിഡ് പറയുന്നു. കണ്ണൂർ സ്ക്വാഡ് മമ്മൂട്ടിയുടെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. കണ്ണൂർ സ്ക്വാഡ് നേടിയതുപോലെയുള്ള ഒരു വിജയം രണ്ടാം ഭാഗം ആവർത്തിക്കുമോ എന്നുള്ളതാണ് സംശയം. കാരണം ഒന്നാം ഭാഗത്തിൽ തന്നെ ആ ഒരു ഗാങ്ങിന്റെ ശക്തി വളരെ ശക്തമായി കാണിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യ ഒട്ടാകെ യാത്ര തിരിച്ചായിരുന്നു അന്ന് അവർ കേസ് തെളിയിച്ചത്. അടിപൊളി സീനുകളും ഫൈറ്റ് സീനുകളും ഒക്കെയായി കളം നിറഞ്ഞ ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. എന്നാൽ രണ്ടാം ഭാഗം വരുമ്പോൾ എത്ര വലിയ കേസ് വന്നാലും അത് എങ്ങനെയാകും കൊണ്ടുപോവുക എന്നിടത്താണ് രണ്ടാം ഭാഗത്തിന്റെ വിജയം ഉണ്ടാക്കുക. കണ്ണൂർ സ്ക്വാഡ് ഒന്നാം ഭാഗത്തേക്കാൾ മികച്ചു നിൽക്കണം, എന്നാലേ രണ്ടാം ഭാഗത്തിന് കണ്ണൂർ സ്ക്വാഡ് 1-നേക്കാൾ വിജയം നേടാൻ കഴിയുകയുള്ളൂ. അത് മോഹൻലാലും പൃഥ്വിരാജും ആര് വന്നാലും കഥയെ ആസ്പദമായിരിക്കും ചിത്രത്തിന്റെ വിജയം. കണ്ണൂർ സ്ക്വാഡ് 2 വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപക്ഷെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഉൾക്കൊള്ളിച്ച് എ ടീമും ബി ടീമും ഒന്നായി ഒരു കേസ് തെളിയിക്കുന്ന കഥയായാലോ? എങ്ങനെയിരിക്കും? അങ്ങനെയെങ്കിൽ വീണ്ടും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമായി കണ്ണൂർ സ്ക്വാഡ് 2 മാറ്റിയെടുക്കാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിയും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കിട്ടിയേനെ. എത്രയോ പോലീസ് വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമാ പ്രേക്ഷകരെ ത്രസിപ്പിച്ച നായകന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവരിൽ നിന്ന് ഇനിയും ഒട്ടനവധി പോലീസ് ചിത്രങ്ങൾ മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കണ്ണൂർ സ്ക്വാഡ് 2 സംഭവിക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗത്തിൽ മോഹൻലാലാണ് വരുന്നതെങ്കിൽ കഥയെ എത്രത്തോളം വലുതാക്കാൻ കഴിയുമെന്ന് കൂടി ആലോചിക്കണം. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ആഗ്രഹം പോലെ ലോകേഷ് ചെയ്യുന്നത് പോലെ ഒരു യൂണിവേഴ്സ് തന്നെ സുഖമായി കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ രണ്ടാം ഭാഗത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ എ ടീമും ബി ടീമും ഒന്നിക്കുന്നതായും പിന്നീട് ആ കേസ് 2 ടീമും ഒന്നിച്ച് അന്വേഷിക്കുന്നതായും ഒക്കെ കാണിച്ച് ആ സിനിമയെ വലുതാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ മികച്ച ഒരു കഥ വേണം, മികച്ച ഒരു ക്രൈം വേണം. മമ്മൂട്ടിക്കും മോഹൻലാലും എതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വില്ലനും വേണം. അങ്ങനെയെങ്കിൽ ചിത്രം മലയാള സിനിമാക്കാര ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രമായി മാറും. മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായി മാറും. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മലയാളത്തിൽ നിന്ന് മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായി അത് മാറും.
ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ഒരു ആശയം വെച്ച് കഥ വികസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് കണ്ണൂർ സ്ക്വാഡ് 2 വന്നാൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ഒപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.